പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവ് എത്തിയാൽ ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ, അതിന്റെ രാത്രികളിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. പരിശുദ്ധമായ ഖുർആൻ ഓതണേ, യാസീൻ ഓതണേ, വാഖിഅ ഓതണേ, സൂറത്തുൽ മുൽക്ക് ഓതണേ, സൂറത്തു സദദ് ഓതിക്കൊണ്ട് നിലകൊള്ളണേ. പുണ്യമാക്കപ്പെട്ടതായ സൂറത്തുകൾ നീ പാരായണം ചെയ്യണേ, പാരായണം ചെയ്യണേ. സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണേ. പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം ചെയ്യേണ്ട സൂറത്താ. അല്ലാഹുവിന്റെ റസൂൽ അത് ഓതിയാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? മൻ ഖറാ ഹാമീം വദ്ദുഹാൻ, ആരെങ്കിലും ഹാമീം വദ്ദുഹാൻ എന്നുള്ള പരിശുദ്ധമായ ദുഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ, രാത്രിയിലാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ യസ്തഗ്ഫിറൂന ലഹു 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹാ, പ്രഭാതം വരെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിച്ചുകൊണ്ട് 70,000 മലക്കുകളെ അല്ലാഹു വിടുകയാണ്. ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് 70,000 മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് നിർത്തിക്കാൻ അയക്കുകയാണ്. ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്തു ദുഹാൻ പാരായണം ചെയ്ത് സലാം വീട്ടുമ്പോഴേക്ക്, അത് ഓതി ഖത്മ തീർക്കുമ്പോഴേക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പാപമോചനത്തിന് തേടുകയാ. അല്ലാഹുമ്മ ഗഫിർ ലഹാ, അല്ലാഹുവേ പടച്ച റബ്ബേ 5000 ഈ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിൽ 5000 പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ. ഒന്നല്ല 10 അല്ല 70,000 മലക്കുകളാണ് സുബ്ഹി വരെ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വസൂമൂ നഹാറഹാ, 15ന്റെ പകലിലെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണേ, അനുഷ്ഠിക്കണേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമൽ ചെയ്യാമോ എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഫത്വ നൽകുകയാണ്. നിങ്ങൾ ചെയ്തു കൊള്ളുക, 13, 14, 15 നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളുക, പ്രതിഫലമാണ്, പ്രതിഫലമാണ്. എല്ലാ അറബി മാസവും 13, 14, 15 3 ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ പവിത്രതയാണ്. അയ്യാമുൽ ബീള്, അയ്യാമുൽ ബീളുമുണ്ട്, അയ്യാമുൽ സൂദുമുണ്ട്. പഠിക്കണേ. നമ്മളൊരു സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമലിന് ലഭിക്കണം. അതിനാണ് ഇത് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറബി മാസം 13, 14, 15 തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ വരുന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. നോമ്പ് ഇൻഷാ അല്ലാഹ് പിടിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ മഹല്ലത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരാളും അതിന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിയ്യത്ത് വെക്കൻ, അയ്യാമുൽ ബീളിന്റെ സുന്നത്ത് നോമ്പ് വെക്കൻ. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുണ്ടാവും, അതുകൂടി നിയ്യത്ത് ചെയ്യൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിയ്യത്തുകളൊക്കെ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും. റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുള്ളവർ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ഒരു കാര്യം മസലയാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണേ. ഫർളായ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ അത് ഖളാ വീട്ടുമ്പോഴും രാത്രിയിൽ തന്നെ നിയ്യത്താക്കണം. 2 കാര്യങ്ങളാണ് അപ്പോൾ ഷർത്തുള്ളത്. ഒന്ന് തഅയീനാണ്, മറ്റൊന്ന് തബീതാണ്. അഥവാ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം. അതിപ്പോ റമദാനിലെ നോമ്പ് നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് തബീത്താണ്, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അഥവാ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്തിരിക്കണം. അപ്പൊ രാവിലെ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കും, ആ സമയത്ത് നോമ്പ് ഖളാ വീട്ടാനുള്ളവരാണ് പറയുന്നത്. സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആഹാരപാനീയങ്ങൾ കഴിക്കാതെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും. ആ മസല നമുക്ക് എല്ലാവർക്കും അറിയാം, ചെയ്യുന്നതുമാണ്. ഫർളായ നോമ്പ് കൂടി കരുതണമെങ്കിൽ എപ്പോഴും നിയ്യത്ത് ചെയ്തിരിക്കണം, രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് നോമ്പ് വെച്ച് പിന്തിക്കുന്നുണ്ട്.
സാധാരണ മുമ്പൊക്കെ ചൊവ്വാലിൽ തന്നെ നോറ്റ് വീട്ടുമായിരുന്നു. റമദാനിൽ പറ്റാതിരുന്ന നോമ്പ് അതിപ്പോ തന്നെ വീട്ടുമായിരുന്നു. പലരും അത് അശ്രദ്ധ വെച്ച് പിന്തിച്ച് ഇതുവരെ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ ശഅബാൻ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാനും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ മുത്തുകൂടി കൊടുക്കണം. 800 മില്ലി ലിറ്റർ കൂടി നീ കൊടുക്കണം. ഫിദിയ, പ്രായശ്ചിത്തമായി കൊടുക്കണം. പറഞ്ഞാൽ ഈ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാനുള്ളതാകുന്ന സഹോദരിമാർ ഈ റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടാതെ അത് പിന്തിച്ച് ഈ റമദാനും കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ വീട്ടുമ്പോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് 800 മില്ലി ലിറ്റർ കൂടി കൊടുക്കണം. എന്ത് മാത്രം പോരാ, നോമ്പ് മാത്രം പിടിച്ചു വീട്ടിയാൽ പോരാ. ഓരോ വർഷം കഴിയുന്തോറും മുത്തിന്റെ എണ്ണം കൂടി വർദ്ധിക്കും. അള്ളാഹു മലക്കാക്കട്ടെ. 10 കൊല്ലത്ത് നോമ്പുണ്ടെങ്കിൽ 10 നോമ്പും വീട്ടേണ്ടി വരും. ഓരോ 10 കൊല്ലത്തിന് മുമ്പ് ഒരു നോമ്പാണ് എങ്കിൽ 10 നോമ്പും വീട്ടണം. അതോടൊപ്പം തന്നെ 10 മുത്തും കൊടുക്കേണ്ടി വരും. അല്ലാഹു മലക്കാക്കട്ടെ. 10 മുത്തും കൊടുക്കണം, ഒരു നോമ്പും വീട്ടണം. ഒരു നോമ്പൊന്ന് വീട്ടിയാൽ മതി, 10 മുത്ത് കൊടുക്കേണ്ടി വരും. ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അധികരിക്കുകയാണ്. അങ്ങനെ വീട്ടാത്ത എത്ര പ്രായപൂർത്തി എത്തിയതല്ല മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ, അത് ശ്രദ്ധിക്കാതെ പോയ എത്ര ആളുകളുണ്ടാവും. അത് നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം പോരാ, ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം, ഓരോ മുത്തുകൂടി എണ്ണം കൂടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് ഓരോരുത്തർക്കും അവരവർക്ക് എത്രയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം. ഒരു മുദ്ദ അരിയാണ് കൊടുക്കേണ്ടത്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ മീഡിയം നിലയ്ക്കുള്ള ഒരു വ്യക്തിയുടെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്താൽ എത്രയാണോ കൈക്കൊമ്പിൽ കൊള്ളുക അത്രയും അരിയാണ്. 800 മില്ലി ലിറ്ററാണ് കണക്ക് പ്രകാരം അരിയാണ് കൊടുക്കേണ്ടത്. സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഓരോ വർഷം കഴിഞ്ഞെങ്കിൽ മതി. കഴിഞ്ഞ വർഷം റമദാനിലെ നോമ്പ് ഈ റമദാനിന് മുമ്പ് വീട്ടിയാൽ അരി കൊടുക്കേണ്ടതില്ല, ഈ മുദ്ദ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നേരത്തെ വീട്ടാൻ പറയുന്നത്. അതിനാണ് ഇതിനിടയിലൊക്കെ സുന്നത്ത് നോമ്പ് വെച്ചത്. 6 നോമ്പുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് തുടർച്ചയായിട്ട് 6 നോമ്പുണ്ടായിരുന്നു. ചൊവ്വാലില്ല, പിടിച്ചില്ല. അവിടെ പിടിച്ചിരുന്നെങ്കിൽ റമദാനിലുള്ള ഹൈദിന്റെ സമയത്തുള്ളതാകുന്ന 6 നോമ്പ് അവിടെ വീടിപ്പോയാൽ അതൊന്നും ശ്രദ്ധിക്കലില്ല. വലിയ ആ സമയത്ത് ലുലുമാളിൽ പോയി കറങ്ങി കുറച്ചേരം ബീച്ചിലൊക്കെ പോയിരുന്ന് റാഹത്തായി ടാറ്റ അടിച്ചിങ് വന്നു. രണ്ട് സിനിമയും കണ്ട് റോഷാക്കം കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വലിയ എല്ലാം കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കണം. കണ്ട അതൊക്കെ പറഞ്ഞപ്പോൾ ചെയ്യുന്നുണ്ട്. എല്ലാം അറിയാം, റോഷാക്കും അറിയാം, ക്രിസ്റ്റഫറും അറിയാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അള്ളാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖുർആൻ ഓതണം. ഖുർആൻ ഓതാത്തവർക്ക് യാതൊരു കാര്യമില്ല ജീവിതം കൊണ്ട്. ഷഹ്റുൽ ഖുർആ, ഖാരിഈങ്ങളുടെ പാരായണത്തിന്റെ മാസമാണേത്, പരിശുദ്ധമായ ശഅബാൻ മാസം. റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്, റമദാനിലാണ് നമ്മൾ ഓതുന്നത്. പക്ഷേ ഉലമാക്കൾ തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധമായ ശഅബാനാണ്. ഇവിടെ മുതൽ തുടങ്ങും അങ്ങോട്ട്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇമാമിന് ഷാഫി റളിയല്ലാഹുവിനൊക്കെ ഡെയിലി ഒരു ദിവസത്തിൽ ഒരു ഖത്മ്, റമദാൻ വരുമ്പോ 2 ഖത്മ് ഡെയിലി. അപ്പൊ റമദാൻ 30 കഴിയുമ്പോ എത്ര ഖത്മ് കഴിയും? 60 ഖത്മ് ഓതി കഴിഞ്ഞു. നമ്മൾ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് 6 ഖത്മ് പോലും ഓതിയിട്ടില്ല. ഒരെണ്ണം പോലും ഓതാത്ത ആളുകൾ വരെ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു മലക്കാക്കട്ടെ. ഒരെണ്ണം പോലും ഓതാത്തവരുണ്ട്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ വിട പറഞ്ഞ് ഖബറിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുമ്പോ ആ ഖബറിൽ നിന്ന് സൂറെന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്ത് കടന്നു വരുകയാണ്. 3 ഊതലാണ് ആര് ഊതുക? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുക. മൊത്തം എത്ര ഊത്തുണ്ട്? സൂറെന്ന കാഹളത്തിൽ 3 ഊതൽ. ഭയങ്കര കാഠിന്യമായ ഊത്താണ്. അതുകൊണ്ടാണല്ലോ ഒരു മലക്കിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ഊതലിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു മലക്കിനെ പടച്ചിട്ട് ആ മലക്കിന്റെ മർമ്മപ്രധാനമായ ഡ്യൂട്ടി തന്നെ 3 ഊത്ത് എന്ന് പറയുമ്പോൾ ആ ഊത്തിന്റെ കാഠിന്യത എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കോ. അയാളുടെ മെയിൻ ഡ്യൂട്ടി അതാണ്. വേറെയും ഡ്യൂട്ടികൾ ഉണ്ടെങ്കിലും മെയിൻ ഡ്യൂട്ടി ഇതാണ്. ഈ 3 ഊതൽ ഊതാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു പടച്ചു. എന്താ മലക്കിന്റെ പേര്? സയ്യിദുനാ ഇസ്രാഫീൽ. അപ്പൊ അതൊരു വല്ലാത്ത ഭീകരതയാകുന്ന ഊത്തായിരിക്കും. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ, സർവരെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2 നഫ്ഖത്തുസ് സഅഖാൻ, മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും മരിപ്പിക്കും.
അതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് കൂടുതൽ ഖിയാമത്ത് നാളുമായി ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊന്ന് ശ്രദ്ധ ചെലുത്തിന്. അല്ലാഹു നാഫിയായ ഇൽമ നൽകുമാറാവട്ടെ. മൂന്നാമത്തെ ഊത്ത് ആണ് ഇപ്പൊ നമ്മുടെ വിഷയം. മൂന്നാമത്തെ ഊത്തിലൂടെയാണ് ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുക. നമ്മുടെ വിഷയമായിട്ട് ഇപ്പൊ ബന്ധത ശരിക്കും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا ما شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ലോക ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുമത്രേ. നഫ്ഖത്തുൽ ഫസാൻ ഫസാൻ. ആകാശ സീമകളെ പടച്ചതായ അല്ലാഹു, ഈ ഭൂമിയെ പടച്ചതായ അല്ലാഹു, മൂന്നാമതായി പടച്ചതായ വസ്തുവാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ رسول الله لما فرغ الله تعالى من خلق السماوات والأرض خلق الصور. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി പടച്ചതായ സംവിധാനമാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ഈ ആകാശങ്ങളെ തകർക്കാൻ സൂറ് വേണം, ഈ ഭൂമിയെ തകർക്കാൻ സൂറ് വേണം. ആകാശ സീമകളിൽ നിലകൊള്ളുന്നതായ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. രാത്രിയിൽ ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന ചന്ദ്രനെ തകർക്കാൻ, പകൽ പ്രശോഭിതമായി മിന്നിത്തിളങ്ങുന്ന സൂര്യനെ തകർക്കാൻ, സൗരയുധങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ഈ സൂറെന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു പടച്ചത് സൂറെന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറെന്ന് പറയുന്നത് ഒരു അറാബിയായ മനുഷ്യൻ മുത്തുനബിയുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഒന്ന് സൂറിനെ കുറിച്ച് പറയുമോ ഹബീബേ? എന്താണ് സൂർ? എന്താണ് ഈ സൂറെന്ന കാഹളം? ഒരു ശംഖ് പോലത്തെ വസ്തു കൊണ്ട് അതിങ്ങനെ വായിൽ ഘടിപ്പിച്ചിട്ട് ഊതുവാണോ? എന്താണ് ഈ സാധനം? പഠിക്കണം നമ്മൾ. ലോകം മുഴുവനും കിടുകിടാ വിറപ്പിക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ രൂപം എന്താണ്, ഭാവം എന്താണ്, വലിപ്പം എന്താണ്? മസ്സൂറു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂര്യന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാനാകാശ
ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സഹോദര, 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോക നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണ് ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് പറയുമ്പോ 7 ആകാശങ്ങളുടെ ദൂരം എത്രയാണ്? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയോട്, നബിയേ നബിയേ ആ പരിശുദ്ധമായ ആകാശങ്ങൾക്കിടയിൽ ദൂരം എത്രയാണ്? ദൂരം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് 5000 വർഷമാണ് സഹാബ, 5000 സംവത്സരങ്ങളാണ് സഹാബ. ഒന്നാം ആകാശത്ത് നിന്ന് 2ലേക്കും 3ലേക്കും 4ലേക്കും 5ലേക്കും 6ലേക്കും 7ലേക്കും ഇതേ ദൂരം തന്നെയാണ്. 5000 വർഷത്തെ വഴി ദൂരമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ബുദ്ധിയുള്ള മനുഷ്യൻ ആ വർഷത്തിന്റെ കണക്കും വഴിദൂരത്തിന്റെ കണക്കും പറഞ്ഞാലേ തിരിയുകയുള്ളൂ. അഥവാ കണക്കാക്കാൻ പറ്റാത്ത ദൂരമാണ്. ചുരുക്കി പറഞ്ഞാൽ 7ാം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ 7ാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ ബർക്കത്തായ ഒരു കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശത്താലുള്ള കുഴലാണ്. ആകാശ സീമകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഊതിയാൽ എല്ലാവരുടെയും ചെവി അടിച്ചു. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, അതാ കാണാത്ത രീതിക്കാണ്. അത് പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെയാണ് ഊതുക. മൊത്തം എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്തിലൂടെ എല്ലാവരും പേടിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ മനുഷ്യരെ, മാനവ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും നിലകൊള്ളുന്നതായ സമൂഹമേ, സമുദായമേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളാണ്, മുസ്ലിമത്തായ പെണ്ണാണ്. കഴിഞ്ഞ ദിവസം 24 അടക്കമുള്ള ന്യൂസ് ചാനലിൽ വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞത് 2 വർഷമായി ഞാൻ MDMA ഉപയോഗിക്കുന്നവളാണ്. കോവിഡിന്റെ സാഹചര്യത്തിൽ വാപ്പ കയ്യിലേക്ക് നന്നതാകുന്ന മൊബൈൽ ഫോണിലൂടെ ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൂട്ടുകാരനുമായി ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ടതായ ദിവസങ്ങളിൽ ഇബാദത്തെടുക്കാതെ മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് പോയവളാ MDMA ഉപയോഗിക്കുന്നവളായി മാറുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ള കൂട്ടുകാരൻ മുഖേന ഞാനിതാ MDMA ഉപയോഗിച്ച് തുടങ്ങുകയാണ്. ആരാണ് പറയുന്നത്? മുസ്ലിമേ, ആരാണ് പറയുന്നത്? പ്രിയപ്പെട്ട ഉമ്മ, 12 വയസ്സുള്ള മകളാണ്. ഞാൻ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് മാരകമാകുന്ന ലഹരി ഉപയോഗം. എന്ന ചെറുപ്പക്കാര് ഷോർട്ട് ഫോമിൽ പറയുന്നതായ മാരകമാകുന്ന MDMA ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. 12 വയസ്സുള്ള ആൺകുട്ടിയല്ല പറയുന്നത്, മുസ്ലിമത്തായ നല്ല ദീനീ ബോധവും മതനിഷ്ഠയുമുള്ള കുടുംബത്തിൽ പിറന്നതായ മകളാണ്. 12 വയസ്സ്
വയസ്സുള്ളതായ മകളാണ്. വാപ്പ ഖുർആൻ ഓതിയതുകൊണ്ടോ വാപ്പ നിസ്കരിച്ചതുകൊണ്ടോ അമ്മ പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ച് ജീവിച്ചതുകൊണ്ടോ ഒരിക്കലും മക്കൾ നന്നാവുകയില്ല. മക്കൾക്ക് ദീനീ ബോധം കൊടുക്കൽ നിർബന്ധമാണ്. ആ കൊച്ചു പറയുകയാണ്, 9ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തിനും എന്റെ നാട്ടുകാർക്കും എന്റെ സമൂഹത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന ഫ്രണ്ട്സുകൾക്കുമെല്ലാം ഞാൻ ഇതിന്റെ കാരിയറാണ്. ഇത് വിൽപ്പന നടത്തുന്നവളായി മാറിയെന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി ലോകത്തോട് പറയുമ്പോ എവിടേക്കാണ് ലോകത്തിന്റെ പോക്കിയെന്ന് ചിന്തിക്കണേ മുസ്ലിമത്തേ, മുഅ്മിനേ. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ ലോക ജനതയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണയുന്നവരെ, കള്ളു കുടിക്കുന്നവരെ, പാൻപരാഗ് ചവയ്ക്കുന്നവരെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരാ സഹോദരാ, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന സഹോദരി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ കാമുകരമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്നതായ മുസ്ലിമീങ്ങളാകുന്ന സഹോദരിമാരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറാകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുകയാണ്, ഇത്തഖൂ റബ്ബക്കും. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവരോഗ സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിനെ പേടിക്കണേ. അവൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമുഖത്ത് നീ ഉണ്ടാവുകയില്ല. തുർക്കിയിലേക്കൊന്ന് കണ്ണോടിക്കണേ, സിറിയയിലേക്ക് നീ ഒന്ന് നോക്കണേ. 7.8 അളവിലാണ് അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പമായി ശാസ്ത്രലോകം നിരീക്ഷിക്കുകയാണ്. നഊദു ബില്ലാഹ്. രാത്രിയിൽ തന്നെ പ്രിയപ്പെട്ടതാകുന്ന മക്കള് വാപ്പയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് പ്രിയപ്പെട്ട മാതാവിനോട് സലാം പറഞ്ഞു പോയി കിടന്നതാകുന്ന മക്കൾ അനാഥരായില്ലേ? വാപ്പമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയില്ലേ? എത്രതാകുന്ന സഹോദരിമാരാണ് വിധവകളായത്, ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയില്ലേ? യതീമീങ്ങളായ മക്കളില്ലേ? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. അമിന അഹ്ലുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അഫഅമിനൂ മക്കറല്ലാഹ് ഫലാ യഅ്മനു മക്കറല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. പാതിരാത്രി സമയത്ത് ഉറങ്ങുന്ന വേളയിൽ ഭൂമി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നില്ലേ? ഉറങ്ങുന്ന സമയത്ത് കെട്ടിടങ്ങൾ വന്ന് നിന്റെ ശരീരത്തിലേക്ക് വീണ് ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറയുമെന്ന് മനുഷ്യ നീ എന്തേ കരുതാതെ പോയത്? ഈ ദുനിയാവിൽ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് വെറുതെ ജീവിക്കാനായിട്ടല്ല അല്ലാഹു നിന്നെ പടച്ചത് എന്ന് നീ ചിന്തിക്കാത്തതെന്തേ? നിനക്ക് നിർഭയത്വം നൽകിയവനാരാ?
ആരാണ്? അഫ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതാ. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നിർഭയത്വം നൽകിയവൻ ആരാണ്? ആരാണ് ആരാണ് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയത്? ഉറങ്ങുന്ന സമയത്ത് മരണത്തിന്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലും കരുതേണ്ടതില്ല. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ ആത്മാവിനെ കൊണ്ടുപോകേണ്ട സമയത്ത് ഉറപ്പായും കൊണ്ടുപോയിരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ളുഹാ വഹും യലബൂൻ. ദുനിയാവിൽ 1000 രൂപ മണിക്കൂറുകൾക്ക് വെച്ച് ടർഫിന് കൊടുത്തുകൊണ്ട് പന്ത് കളിച്ചുകൊണ്ട് പരസ്യമായി നിലകൊള്ളുന്ന മുസ്ലിമേ, പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ, ഈ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഭൂമി കുലുക്കമുണ്ടാവുകയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ടോ? ജുമഅയ്ക്ക് വേണ്ടി ബാങ്ക് മുഴങ്ങുകയാണ്, ജമാഅത്തിന് വേണ്ടി ബാങ്ക് മുഴങ്ങുകയാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. മഗ്രിബിന് ബാങ്ക് മുഴക്കുമ്പോഴും നീ ടറഫിലാണ്, ഇശാഇന് ബാങ്ക് മുഴങ്ങുമ്പോഴും നീ ടറഫിലാണ്, സുബഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോൾ നീ വീടിന്റെ അകത്തളത്തിൽ ഉറക്കിലാണ്. ഒരു ജുമഅയോ ഒരു ജമാഅത്തോ നീ ശ്രദ്ധിച്ചവനല്ല. അപകടം വരാതിരിക്കുമോ മുസ്ലിമേ? വിപത്ത് വരാതിരിക്കുമോ മുസ്ലിമേ? മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരല്ലേ? സിനിമ കാണാത്ത ഏത് മനുഷ്യനാണ് ചെറുപ്പക്കാരനാണ്? സീരിയല് കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരല്ലേ? റീൽസുകൾ ഇട്ടുകൊണ്ട് ജീവിതത്തെ തള്ളി മരിക്കുന്നവരല്ലേ? ആസ്വദിച്ചുകൊണ്ട് തീർക്കുന്നവരല്ലേ? മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോകുന്നവരല്ലേ? ഖുർആൻ കേൾക്കാത്ത വിഭാഗമായി നവതലമുറ മാറിയില്ലേ? മാറിയില്ലേ? ദീനിന്റെ വാലിന്റെ സദസ്സിലേക്ക് വാപ്പ വിളിക്കുമ്പോൾ ഉമ്മ വിളിക്കുമ്പോ 5000 ജമലുല്ലൈൽ ദറസിന്റെ വാർഷികമാണ്, നമുക്കൊന്ന് പോകാമെന്ന് പറയുമ്പോ എനിക്ക് കൈവേദനയാണ് ഉമ്മ, കാലുവേദനയാണ് ഉമ്മ, തലവേദനയാണ് ഉമ്മ, എനിക്കിതാ പരീക്ഷ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുകയും അന്യരാകുന്ന ആളുകളുമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നതായ മുസ്ലിം യുവാക്കളില്ലേ? യുവതികളില്ലേ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണേ, ഭയപ്പെടണേ. 30 നില കെട്ടിടങ്ങളുള്ള 30 വലിയ ഫ്ലാറ്റുകളുള്ള മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിൽ വന്നുകൊണ്ട് കൈനീട്ടേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് സിറിയയിലെ വ്യക്തിയെ മാറ്റിയവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ്. കേവലം 10 സെന്റ് ഉള്ളതാകുന്ന ഭൂമിയിൽ അമ്പരച്ചുംബികളായ മണിമേടകൾ വെച്ച് ഞാൻ നാട്ടിൽ അറിയപ്പെട്ട സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീടോ നിന്റെ പറമ്പോ അല്ലാഹുവിന്റെ ഒന്നുമല്ല, ഒന്നുമല്ല. ഇന്ന ഖാറൂൻ മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുമ്പാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്ന ലോകം കൊണ്ട് ഏറ്റവും വലിയ ധനികനാകുന്ന ഖാറൂൻ, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ, വസ്ത്രം കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? നാട്ടിലുള്ള ഇസ്രായേലി പെൺകുട്ടികളിലേക്ക് കടന്നു ചെന്ന് സുന്ദരികളാകുന്ന പെൺകുട്ടികളുടെ കൈവശം സ്വർണ്ണനാണയം വാരി വിതറിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വിചരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ നിർബന്ധിച്ചതായ ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇല്ലാതാക്കിയത് പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുന്നില്ലയോ? ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. ഭൂമി പിളരുകയാണ്, ഭൂമിക്കുള്ളിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. നഊദു ബില്ലാഹ്.
ഈ ആയത്തിനെ വിശദീകരിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്. നാം ഈ വാല് പറയുന്ന സന്ദർഭത്തിൽ പോലും ലോകാവസാനം വരെ ഇഞ്ചിഞ്ചായി ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാറൂനിനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അവന്റേതാകുന്ന സർവ്വ സാമ്പത്തിക സ്രോതസ്സുകളെയും അള്ളാഹു ഭൂമിയിലേക്ക് ഇല്ലാതാക്കിയത്രേ. മനുഷ്യ അഹങ്കരിക്കല്ലേ, മനുഷ്യ അഹങ്കരിക്കല്ലേ മുസ്ലിമേ. ഈ വലിയ വിപത്തുകൾ അള്ളാഹു നൽകുന്നത് പരീക്ഷണമാണ്, പരീക്ഷണമാണ്.